കാസർഗോഡ് ബദിയടുക്ക മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ താമസ സൗകര്യം ആവശ്യപ്പെട്ട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപകൽ സമരത്തിൽ. കഴിഞ്ഞ 3 വർഷമായി കാസർഗോഡ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വകാര്യ കെട്ടിടങ്ങളിൽ താമസിച്ചു വരികയാണ്. ബദിയടുക്ക മെഡിക്കൽ കോളേജിലെ പുതിയ സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ താമസ സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ കവാടം ഉപരോധിച്ചുകൊണ്ടാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്നത്. സർക്കാർ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടും മതിയായ ഹോസ്റ്റൽ സൗകര്യം ലഭിക്കാത്തത് പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. നഴ്സിംഗ് കോളേജിന് സ്വന്തമായി കെട്ടിടവും ഹോസ്റ്റലും നിർമ്മിക്കുന്നതുവരെ ബദിയടുക്ക മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും അനുവദിക്കുമെന്ന ഉറപ്പ് ബന്ധപ്പെട്ട അധികൃതർ മുൻപ് നൽകിയിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. ഇത് സംബന്ധിച്ച് നിരവധി തവണ വകുപ്പ് അധികൃതരെയും മെഡിക്കൽ കോളേജ് ഭരണസമിതിയെയും സമീപിച്ചെങ്കിലും വ്യക്തമായ മറുപടിയും പരിഹാരങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് കടന്നത്. ഇത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് 3 ബാച്ച്, ഇനി അടുത്തൊരു ബാച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ സ്ഥലത്തിനില്ല. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ട്രാവൽ, ഇപ്പൊ നമുക്കൊരു കുട്ടിക്ക് വയ്യാതെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ പല ഹോസ്റ്റലിലായിട്ടാണ് കുട്ടികൾ എല്ലാവരും നിൽക്കുന്നത്. ഒരാവശ്യം വന്നാൽ ഓടി എത്താനോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസോ സർവീസോ നമുക്കൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ നമുക്കറിയാം, ഇതിപ്പോ ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് പറഞ്ഞാലും അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരം ശക്തമായി തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ആഴ്ചകൾക്ക് മുൻപ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ സൂചനാ സമരവും നടത്തിയിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.